Hey hello, welcome back to my channel. So നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു കുട്ടി ഡ്രീം വ്ളോഗാണ്. അപ്പോൾ നിങ്ങൾ തംബ്നെയിലിൽ കണ്ടിട്ടുണ്ടാകും ഒരു കുഞ്ഞ് സ്മാൾ ബിസിനസ് എനിക്ക് തുടങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് സംബന്ധിച്ച് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വ്ളോഗാണ് ഞാൻ വഴിയെ എല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പം നിങ്ങൾ ഏതെങ്കിലും വീഡിയോ കാണുമ്പോൾ ഞങ്ങൾ ബസ്സിൽ പൊക്കോണ്ടിരിക്കുകയാണ്, ഞാനും ചേച്ചിയുണ്ട്. ഹായ് ഗായ്സ്, ഞാൻ മെറ്റീരിയൽ അന്വേഷിച്ച് നടക്കുകയാണ്. പക്ഷേ ഒരു കടയിൽ കയറിയപ്പോൾ സാറ്റിൻ്റെ മെറ്റീരിയൽ ഇല്ല. അപ്പോൾ നമ്മൾ മെറ്റീരിയൽ തപ്പി നടക്കുക. കുറേ അന്വേഷിച്ച് ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. നല്ല തിരക്കുണ്ട് ഗൈസ്. അതിൻ്റെ മെറ്റീരിയൽ എന്തിനാണ് അന്വേഷിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ക്രഞ്ചീസ് അതുപോലെ തന്നെ എൻ്റെ ഹെയർ ബോസ്, ഹെയർ ക്ലിപ്സും സംഭവങ്ങളൊക്കെ ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്തിട്ട് അത് സെയിൽ ചെയ്യണമെന്ന് എനിക്ക് കുറേ നാളത്തെ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അത് എത്രത്തോളം സക്സസ് ആവുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ എനിക്കൊരു ഹോപ്പ് ഉണ്ടെന്ന് എനിക്ക് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ എനിക്ക് വേണ്ടത് സാറ്റിൻ്റെ ക്ലോത്ത്സാണ്. കൂടുതലും ഇവിടെ കണ്ടുവരുന്നത് സാറ്റിൻ വെച്ചിട്ടുള്ള ക്രഞ്ചീസും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഫസ്റ്റ് തുടങ്ങുമ്പോൾ തന്നെ സാറ്റിൻ്റെ ക്ലോത്ത് വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറേ കടയിൽ കയറിയിട്ട് കിട്ടിയില്ല. പക്ഷേ അവസാന കടയിൽ പോയപ്പം അവിടെ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ഇടുങ്ങിയ റൂമായിരുന്നു, പക്ഷെ അവിടെ എല്ലാ കളറും അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ തപ്പി പിടിക്കുകയാണ് കേട്ടോ ഓരോ കളറ്. അപ്പം എനിക്ക് തോന്നുന്നു 1 മീറ്ററിന് 50 രൂപയാണ് വരുന്നത്. അപ്പം ഞാൻ ഒരു 4-5 കളർ എടുത്തിട്ട് അതിൻ്റെ എല്ലാം 1 മീറ്റർ മേടിച്ചിട്ടുണ്ടായിരുന്നു. 1 മീറ്റർ തൽക്കാലം മതിയാവും, കാരണം 1 മീറ്ററിൽ തന്നെ കുറേ ക്രഞ്ചസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പം ഞാൻ ഇപ്പം ഇത് തുടങ്ങുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫെബ്രുവരി മന്തായിരിക്കും ഞാനിത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. അതുവരെ ഞാൻ ഈ സംഭവങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാമെന്ന് വെച്ചു. അപ്പം ഞാൻ നിങ്ങളെയും കൂടെ അറിയിക്കാമെന്ന് വെച്ചു. നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഇത് സക്സസ് ആവുകയുള്ളൂ. ഞാനിത് എല്ലാം ഞാൻ വിശദമായിട്ട് ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ ഓർഡറൊക്കെ ചെയ്യുക ഗൈസ്. കുഞ്ഞു സാധനങ്ങളൊക്കെയാണ്. അതായത് ഗേൾസിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അതിൽ ക്യൂട്ട് ഐറ്റംസ് ഒക്കെ ആയിരിക്കും. ഗേൾസ് എന്തായാലും വാങ്ങിക്കുമായിരിക്കും, കാരണം ഗേൾസിന് ഇഷ്ടപ്പെടും. അവർ കൂടുതലും യൂസ് ചെയ്യുന്നത് ഹെയർ ക്ലിപ്സും ഹെയർ ബോസും ഒക്കെയാണ്. അപ്പം എൻ്റെ കുറേ കാലത്തെ ഒരു ആഗ്രഹമായിരുന്നു തുടങ്ങണമെന്ന്. പക്ഷേ 2025 കുറച്ച് തിരക്കും വെഡ്ഡിങ്ങും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് കുറച്ച് ഡിലേ ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ജനുവരി 1 തന്നെ നമ്മൾ ഇത് തുടങ്ങുമായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായിട്ടെന്ന് വെച്ചാൽ എനിക്കത് അതിൻ്റെ ഒരു ചെറിയ പടിയെങ്കിലും എനിക്ക് മുമ്പോട്ട് വെക്കാൻ പറ്റിയെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് നല്ല സന്തോഷമുണ്ട്. അങ്ങനെ മമ്മി പറഞ്ഞതാണ് പോയി മേടിക്കാൻ. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഞാനും ചേച്ചിയും കൂടെ വന്നിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നതാണ്. കുറച്ച് സാധനങ്ങളെന്ന് വെച്ചാൽ ഇതിൽ കുറച്ച് സാധനങ്ങളുണ്ട്. അതായത് സാറ്റിൻ്റെ മെറ്റീരിയൽ അതുപോലെ തന്നെ ഇലാസ്റ്റിക് ഒക്കെ തന്നെ മേടിക്കാമെന്ന് വെച്ചു. ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, അതൊക്കെ വരണം. ഹെയർ ക്ലിപ്സിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ. അപ്പം ഞാൻ എന്താ പറയുക, ഈ വയലറ്റ് കളർ എടുക്കുന്നുണ്ട്, കുറച്ച് സ്കൈ ബ്ലൂ കളറ്. ഇതൊക്കെ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള കളേഴ്സ് ആയതുകൊണ്ട് ഇതൊക്കെ വെച്ചിട്ട് ഞാൻ കുറേ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു ചാനലൊക്കെ ഞാൻ തുടങ്ങുന്നുണ്ട്. ചാനൽ മീൻസ് ഒരു ഇൻസ്റ്റാ പേജ് തുടങ്ങുന്നുണ്ട്. അതൊക്കെ തുടങ്ങിയിട്ട് ഞാൻ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും. എന്തായാലും മെയിനായിട്ട് ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫെബ്രുവരി 1 കാരണം നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം. നമ്മളിത് എന്തായാലും നോക്കുന്നതായിരിക്കും. അപ്പം നമ്മൾ ഗൈസ് ഇത് മെറ്റീരിയലൊക്കെ വാങ്ങിച്ചു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡൊന്നും കഴിക്കാനാണ് പോയത്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കയറി. ഫുഡായിട്ടല്ല, ഇത് ബ്രെഡ് പോക്കറ്റ് അങ്ങനെ എന്തോ സംഭവമാണ് അവർ പറഞ്ഞത്. പക്ഷേ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അത് മേടിക്കാൻ കയറി. അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ബീഫ് ചിക്കൻ അങ്ങനെ എന്തോ ഫില്ലിങ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഞാനും ചേച്ചിയും കൂടെ ഒരു ഷാജ് കുടിച്ചു. 2 പേർക്കും ഒരെണ്ണം വാങ്ങിച്ചുള്ളൂ. അപ്പം അത് മതിയെന്ന് വെച്ചാൽ അതും പോരെ. കഴിക്കാൻ കയറുന്നതാണ്. ഒരു സംതിങ് ആണ്, നല്ല ബർത്താണ്. നല്ല ഫീലിംഗ് ഉണ്ട്. നമുക്ക് ബീഫ് ഹലോ ഗായ്സ്, ഞങ്ങൾ ഷാർജ കുടിച്ചു. പപ്സൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇലാസ്റ്റിക്കൊക്കെ വാങ്ങിക്കാൻ പോവാണ്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എനിക്ക് ഷൈ ഒന്നും ഇങ്ങനെ തോന്നുന്നില്ല. ഞാനിപ്പോൾ ചുമ്മാ പളവള പറഞ്ഞോണ്ടിരിക്കുക. ആൾക്കാർക്ക് എന്നെ നോക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് ഷൈ തോന്നുന്നില്ല ഗൈസ്. അപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ബസ് സ്റ്റോപ്പിൽ ഇരിക്കുകയാണ്. ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. സോ എന്താ ആകെ ഫുൾ ഡൺ, ഫുൾ വെയിറ്റ് അടിച്ചു. ഗൈസ് കുറച്ച് പഴമൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു. ഞാൻ വേഗം വീട്ടിൽ ചെന്നിട്ട് അതൊക്കെ സെറ്റ് ചെയ്യാനുള്ള എക്സൈറ്റ്മെൻറ്റിലാണ് ഗൈസ്. ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. എന്താണല്ലോ സക്സസ് ആവുമെന്ന് എനിക്ക് നല്ല ഹോപ്പ് ഉണ്ട്. അപ്പം നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ തിരിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ്. അപ്പം ബാക്കി എല്ലാ ഡീറ്റെയിൽസും ഞാൻ വഴിയെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അങ്ങനെ വീട്ടിൽ ചെന്നു. അപ്പോൾ മാഗി ഇരിപ്പുണ്ടായിരുന്നു. രാവിലെ ഒന്നും കഴിക്കാണ്ട് വേണ്ട, നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ടിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ഗായ്സ്.